അവിടുന്ന് പറയുന്നു, അവിടുത്തെ മഹത്വമായി പറയുന്നു, അന അവ്വലുൻ നാസി യശ്ഫഉ ഫിൽ ജന്ന വഅന അക്സറുൽ അംബിയാഇ തബാ. അന അവ്വലുൻ നാസി യശ്ഫഉ ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യമായി റെക്കമെൻഡ് പറയുന്ന വ്യക്തി ഞാനായിരിക്കും. സ്വർഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ശുപാർശ പറയുന്ന ആദ്യത്തെ ആളും ഞാനായിരിക്കും. മാത്രല്ല വഅന അക്സറുൽ അംബിയാഇ തബാ, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനുയായി വൃന്ദമുള്ള നബിയും ഞാനായിരിക്കും. പല പ്രവാചകന്മാരും നാളെ മഹ്ശറിൽ വരുമ്പോ ചില നബിമാരുടെ കൂടെ 2 ആളാ ഉണ്ടാവുക, ചില നബിമാരുടെ കൂടെ 4 അനുയായി ഉണ്ടാവുക, ചിലരുടെ കൂടെ അതിനേക്കാൾ കുറഞ്ഞും കൂടിയുമൊക്കെ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഞാൻ മഹ്ശറിൽ വരുമ്പോ എന്റെ കൂടെ അനുയായികളുടെ വൃന്ദം എല്ലാവരേക്കാളും അധികം എനിക്കായിരിക്കും അനുയായികൾ എന്ന് അഷ്റഫുൽ വറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇതൊക്കെ മുസ്ലിമിലുള്ള ഹദീസുകളാണ് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും അവിടുന്ന് പറയുന്നു, അനാക്സറുൽ അംബിയാഇ തബഅൻ യൗമൽ ഖിയാമ, ഈ പറഞ്ഞ കാര്യം അന്ത്യനാളിൽ ഏറ്റവും അനുയായികളുള്ള അമ്പിയാക്കളിൽ ഏറ്റവും അധികം അനുയായികളുള്ള വ്യക്തി ഞാനായിരിക്കും. വഅവ്വലു മൻ യഖറഉ ബാബൽ ജന്ന, സ്വർഗത്തിന്റെ കവാടം ആദ്യമായി മുട്ടുന്നത് ഞാനായിരിക്കും. സ്വർഗം തുറക്കുന്ന ഉദ്ഘാടനം നിർവഹിക്കുക മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. മുത്തഖീങ്ങൾക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സ്വർഗം, അതിന്റെ ഉദ്ഘാടനമാണ് നിർവഹിച്ച് അതിലേക്ക് ആദ്യമായി പ്രവേശനം കിട്ടുന്ന വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് പറഞ്ഞു, അതിന്റെ വിശദവിവരം പറഞ്ഞു, ആതി ബാബൽ ജന്നതി യൗമൽ ഖിയാമ ഫാസ്തഫ്തിഹു ഫയഖൂലുൽ ഖാസിനു മൻ അൻത ഫഅഖൂലു മുഹമ്മദ് ഫയഖൂലു ബിക ഉമിർതു ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക. സഹീഹ് മുസ്ലിമിലുള്ള സംഭവമാണ്, ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആതി ഞാൻ ചെന്നു നിൽക്കും ബാബൽ ജന്നതി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അതേ മഹ്ശറിൽ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞാൻ ഇങ്ങനെ പോയി നിൽക്കും. അടച്ച സ്വർഗം ഇനി അങ്ങനെ പോയി അതിന്റെ അടുത്ത് പോയി നിൽക്കും. ഫാസ്തഫ്തിഹു, എന്നിട്ട് വാതിൽ മുട്ടിയിട്ട് ഞാൻ തുറക്കാൻ ആവശ്യപ്പെടും. സ്വർഗത്തിന്റെ വാതിൽ ഇങ്ങനെ മുട്ടിയിട്ട് തുറക്കൂ എന്ന് ഞാൻ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാസിനു, സ്വർഗത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്നോട് ചോദിക്കും, മൻ അൻത, ആരാ നിങ്ങളാരാണെന്ന് ചോദിക്കുമ്പോൾ ഫഅഖൂലു, അപ്പോൾ ഞാൻ പറയും, മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ് എന്ന് ഞാൻ പറയും. ഫയഖൂലു, അപ്പോൾ ആ മലക്കിന്റെ മറുപടി, ബിക ഉമിർതു, താങ്കളെ കൊണ്ടാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക, നിങ്ങൾക്ക് മുമ്പ് ഒരാൾക്കും ഞാൻ ഇത് തുറന്നു കൊടുക്കുന്നതല്ല, അതെനിക്കുള്ള ഓർഡർ. ആദ്യം നീ സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കേണ്ടത് എന്റെ അടിമകളിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനായിരിക്കണം, അത് എന്നോടുള്ള ഓർഡർ എന്ന് മഹാനവറുകൾ പറയും, മലക്ക് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അങ്ങനെ അത്യുത്തമമായ പദവി, ഒരുപാട് പദവി, ധാരാളമായ പദവി. അല്ലാഹ് പറഞ്ഞത്, വലസൗഫ യുതീക റബ്ബുക ഫതർദാ, താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്ക് ഇങ്ങനെ ഇനിയും വഴിയെ തന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും നബിയെ. ഫതർദാ, അപ്പോൾ താങ്കൾക്ക് തൃപ്തിയാകും. തൃപ്തിയാകോളം അല്ലാഹ് നിങ്ങൾക്ക് സ്ഥാനങ്ങളും കയറ്റങ്ങളും മഹത്വങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കും. ഇനിയും കേട്ടോ, മനുഷ്യരൊക്കെ ഏറ്റവും കൂടുതൽ ഭീതിയോടുകൂടെ അത് കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർ സംഗതി നാളെ പരലോകത്ത് വരാനുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ഫയുളറബു സിറാത്തു ബൈന ദഹ്റാനൈ ജഹന്നം, കത്തിയാളുന്ന നരകത്തിയുടെ ജഹന്നമിന്റെ മുകളിലായിക്കൊണ്ട് സിറാത്ത് എന്ന പാലം ഏർപ്പെടുത്തപ്പെടും. ഒരു പാലം കടക്കാനുണ്ട്, സിറാത്ത്. അത് കടന്നിട്ട് വേണം സ്വർഗത്തിലേക്ക് പോകാൻ. ഒരുവിധമുള്ള ആളുകളൊക്കെ, പാപികളൊക്കെ കടക്കാൻ കഴിയാതെ താഴത്തേക്ക് വീഴും. എന്റെ സമുദായത്തെ കൊണ്ട്, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്റെ സമുദായത്തെ കൊണ്ട് ആദ്യമായി ആ പാലം മുറിച്ചു കിടക്കുന്ന വ്യക്തി ഞാനായിരിക്കും. അവിടുത്തെ കൂടെ കടക്കാനുള്ള നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വളരെ ഭീതിജനകമായ അവസ്ഥയാണ് ആ പാലത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലാ യതകല്ലമു യൗമൈദിൻ അഹദുൻ ഇല്ലർ റുസുൽ
പ്രവാചകന്മാരല്ലാതെ ആ സമയത്ത് ഒരാളും ഒരക്ഷരം സംസാരിക്കൂല. ആ പാലം വിട്ട് കിടക്കുമ്പോ ഒരാളും ഒന്നും സംസാരിക്കൂല. എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടെങ്കിൽ തന്നെ അത് നബിമാര് മാത്രമാ പറയാ. എന്താ നബിമാരെയും സംസാരം? വേറെ വർത്താനൊന്നുമല്ല. അന്നേ ദിവസം പ്രവാചകന്മാരുടെ പോലും സംസാരം എന്താണ്? വാക്കെന്താണ്? അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം സല്ലിം. അല്ലാഹ് രക്ഷിക്കണേ, അല്ലാഹ് രക്ഷപ്പെടുത്തണേ, അല്ലാഹ് രക്ഷപ്പെടുത്തണേ എന്നിങ്ങനെ പ്രവാചകന്മാര് പോലും രക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന നേരമാണത്. മാത്രമല്ല, എന്തിന്റെ മുകളിലാണ്? ജഹന്നമിന്റെ മുകളിലാണ് ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ആ പാലം. ഫീ ജഹന്നമ കലാലീബു മിസ്ലു ശൗക്കി സഅദാൻ. സഅദാൻ ചെടിയുടെ മുള്ള് പോലെയുള്ള ചില കൂർത്തമൂർത്ത കൊളുത്തുകൾ ആ നരകത്തിനുണ്ട്. അതിന് പ്രത്യേകമായ പാലത്തിലൂടെ കടന്നു പോകുന്ന ആളുകളെ പിടിച്ചു കൊളുത്തി വലിക്കാൻ സഅദാൻ മുള്ള് പോലെയുള്ള കൊളുത്തുകളുള്ള ചില കൊളുത്തുകളുണ്ട്. അത് അറബികൾക്ക് മനസ്സിലാകും. സ്വഹാബത്തിനോടാണ് അല്ലാഹുവിന്റെ റസൂൽ സംസാരിക്കുന്നത്. ഹൽ റഅയ്തും ശൗക സഅദാൻ, സഅദാൻ മുള്ള് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വഹാബിമാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ സഅദാൻ മുള്ള് കണ്ടിട്ടുണ്ടോ? നമുക്കിപ്പോ ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് അവിടെ ഏറ്റവും ഭീതിയോടെ മരുഭൂമിയിൽ അവർ കാണുന്ന ഒരു മുള്ളാണ് സഅദാൻ മുള്ള്. അതിന്റെ രൂപവും അത് തട്ടിയാലുള്ള നീറ്റലും അതിന്റെ വിഷവും അതിന്റെ ആകൃതിയും ഒക്കെ വളരെ ഭീതിജനങ്ങൾ. കാലോര് പറഞ്ഞു, നഅം അതെ നബിയെ, ഞങ്ങൾക്കറിയാം. എന്നാൽ അതുപോലിരിക്കും ഇതിന്റെ കൊളുത്തുകൾ. അതിന്റെ വലുപ്പവും മഹത്വം നിങ്ങൾ മരുഭൂമിയിൽ കാണുന്ന സഅദാൻ മുള്ളിന്റെ മാതിരിയാണെന്ന് ധരിക്കരുത്. അതിന്റെ വലിപ്പവും അതിന്റെ ഭീതിയും ഒക്കെ എത്രയാണെന്ന് അല്ലാഹുക്കല്ലാതെ അറിയൂല. ഒരു ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ആ കൊളുത്തിന്റെ പണി? ആളുകളുടെ അമലുകൾക്കനുസരിച്ച് ജനങ്ങളെ അത് റാഞ്ചി വലിക്കും നരകത്തിലേക്ക്. ഈ പാലത്തിലൂടെ കിടക്കുന്ന ആളുകളെ ഓരോരുത്തരുടെ അമലിനനുസരിച്ച് ചിലരാണ് കാല് വെക്കുമ്പോഴൊക്കെ തന്നെ കൊളുത്തി വലിച്ചിട്ടു, ചിലർ കുറച്ച് മുന്നോട്ട് പോയപ്പോഴൊക്കെ കൊളുത്തി വലിച്ചിട്ടു. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ആ സിറാത്തിലൂടെ ചില വിശ്വാസികൾ മിന്നൽ വേഗതയിൽ പോകും, കാറ്റ് വേഗതയിൽ പോകും, വളരെ കുതിരയുടെ വേഗതയിൽ പോകും, നടന്നു പോകും, വീഴാൻ പോയും പ്രയാസപ്പെട്ടുകൊണ്ടുമൊക്കെ അവസാനം എത്തും. അപ്പോഴൊക്കെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ, നബി ആദ്യം കടന്നിട്ടുണ്ട്, എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പറയും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം സല്ലിം സല്ലിം, അല്ലാഹ് രക്ഷപ്പെടുത്തിന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തിന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുണ്ട്. അതെ, ആദ്യമായിട്ട് വളരെ ഭീതിജനകവും പ്രയാസകരവുമായ ഈ അത്ഭുതകരമായ ഈ സിറാത്ത് മുറിച്ചു കിടക്കുന്ന ആദ്യ വ്യക്തി ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കണം. ഇതൊക്കെ അവിടുത്തെ മഹത്വങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ സിറാത്തിനെ നിഷേധിക്കുന്ന ഹദീസ് നിഷേധികളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ച ഈ സിറാത്തുണ്ട്, അങ്ങനെ ഒരു പാലോ അതിന്റെ മുകളിൽ കൂടി ഒരു നടത്തോ? നരകത്തിന്റെ മേലെ പാലം കിട്ടിയ പിന്നെ കരിഞ്ഞാണ് പോകൂലേ? പിന്നെ അതിമ പാലം നിൽക്കുവോ? പിന്നെ അതിമ കൂടി അങ്ങനെ നടന്നു പോയാല്? അങ്ങനെ ഒരു വഴുവഴുപ്പുള്ള പാലോ അതൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞ് സഹീഹുൽ ബുഖാരിയിലുള്ള മുസ്ലിമിലൊക്കെയുള്ള ഈ സംഭവത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്നവരും ഇങ്ങനെ നിഷേധികളുണ്ട്. അവരെ ബുദ്ധിക്ക് യോജിച്ചില്ല, അവരെ ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസൊക്കെ ഞങ്ങൾ തള്ളും, അതെവിടെ വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങൾക്ക് അവരവരുടെ ബുദ്ധി അതിന് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രമാണങ്ങളെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ പെരുകി വരുന്ന ഒരു കാലഘട്ടം അല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചതാണെന്ന് വളരെ കൃത്യമായി അതേ സഹിയായി വന്നിട്ടുള്ളവയോട് മുഴുവനും വളരെ വിനയത്തോടെ സമീപിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യണം സഹോദരന്മാരെ. എപ്പോഴാ മനുഷ്യൻ വഴിതെറ്റി പോവുക എന്നൊന്നും പറയാൻ കഴിയൂല. ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ട് പലരും ഇതൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്നവരിലുമുണ്ട്, മരണപ്പെട്ടു പോയവരിലും ഉണ്ട്. നമ്മൾ സൂക്ഷിക്കണം, നമുക്ക് ജാഗ്രത വേണം. നമ്മുടെ വിശ്വാസത്തിലൊന്നും തകരാറുകൾ സംഭവിച്ചു പോകാൻ പാടില്ല.